നമസ്കാരം. മുഖ്യമന്ത്രിയായില്ലെങ്കിലും UDF ഭരണം തുടങ്ങിയെന്നത് വ്യക്തമാവുകയാണ്. പുതിയ UDF സർക്കാർ അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഭരണസിരാ കേന്ദ്രത്തിൽ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായ സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC യാത്ര ഉറപ്പാക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾക്ക് KSRTC തുടക്കം കുറിച്ചു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി പാർട്ടിയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മറികടക്കുക എന്ന തന്ത്രമാണ് UDF ഇപ്പോൾ പയറ്റുന്നത്. ഇതിന്റെ ഭാഗമായി KSRTC ബസ്സുകളിൽ ശനിയാഴ്ച മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നടപ്പിലാക്കാൻ ഉത്തരവിട്ടു. പുതിയ പരിഷ്കാരം അനുസരിച്ച് കണ്ടക്ടർമാർ ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകൾ വഴി ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ എത്ര സ്ത്രീകൾ KSRTCയെ ആശ്രയിക്കുന്നു എന്ന കൃത്യമായ കണക്കെടുക്കാനാണ് ഈ നീക്കം. ETM സോഫ്റ്റ്വെയറിൽ ഇതിനാവശ്യമായ മാറ്റങ്ങൾ IT വിഭാഗം വരുത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 6 പ്രധാന വാഗ്ദാനങ്ങളാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്നറിയപ്പെടുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്നതായിരുന്നു. കൂടാതെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. എല്ലാ വീട്ടമ്മമാർക്കും പ്രതിമാസം നിശ്ചിത തുക ധനസഹായം നൽകും. യുവാക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം, കാർഷിക കടം എഴുതിത്തള്ളൽ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സർക്കാർ നിലവിൽ വരുന്നതോടെ ഈ ഗ്യാരണ്ടികൾ മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ കിലോമീറ്റർ പരിധി നിശ്ചയിക്കണമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകും. അയൽ സംസ്ഥാനമായ കർണാടകയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ ശക്തി പദ്ധതിയുടെ മാതൃകയിലായിരിക്കും കേരളത്തിലും ഇത് അവതരിപ്പിക്കുക. ഓർഡിനറി സിറ്റി സർവീസുകളിൽ മാത്രമായിരിക്കും തുടക്കത്തിൽ ഇളവ് നൽകുകയെന്നാണ് സൂചന. ഇതോടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടാമെന്നും ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാമെന്നും UDF കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ ആവേശകരമായ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കേരളത്തിന്റെ ഖജനാവ് പ്രാപ്തമാണോ എന്ന കാര്യം വലിയ വെല്ലുവിളിയായി ഉയരുന്നുണ്ട്. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ഈ വർഷം ഡിസംബർ വരെ പൊതുവിപണിയിൽ നിന്നും 23,000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6,500 കോടി രൂപ കുറവാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ശമ്പളം, പെൻഷൻ എന്നിവ നൽകുന്നതിനായി വരുന്ന ചൊവ്വാഴ്ച 2,800 കോടി രൂപ കടമെടുക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കുക എന്നത് ഖജനാവിന് വലിയ ബാധ്യതയുമാകും. നിലവിൽ 1,600 രൂപയായിരുന്ന പെൻഷൻ 3000 ആകുമ്പോൾ പ്രതിമാസം ഏകദേശം 1,680 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ടി വരും. മുൻ സർക്കാർ ഖജനാവ് കട്ടുമുടിച്ചാണ് പോയതെന്ന് UDF ആരോപണം നിലനിൽക്കെ കാലിയായ ഖജനാവ് വെച്ച് ഇത്രയും വലിയ സാമ്പത്തിക ഭാരം എങ്ങനെ സർക്കാർ താങ്ങുമെന്നത് കണ്ടറിയണം. ക്ഷേമ പദ്ധതികൾക്കായി കൂടുതൽ പണം കണ്ടെത്തുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളും വരുമാന വർധനവ് മാർഗങ്ങളും തേടേണ്ടി വരും. KSRTCയുടെ സാമ്പത്തിക സ്ഥിതിയും പരിതാപകരമാണ്. ഡീസൽ അടിക്കാൻ പോലും പണമില്ലാതെ സർവീസുകൾ മുടങ്ങുന്ന സാഹചര്യത്തിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ഇതിലൂടെ ഉണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ സബ്സിഡിയായി നൽകിയില്ലെങ്കിൽ KSRTC കൂടുതൽ പ്രതിസന്ധിയിലാകും. ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം വഴി യാത്രക്കാരുടെ കൃത്യമായ കണക്ക് ശേഖരിക്കുന്നത് സബ്സിഡി തുക നിശ്ചയിക്കാൻ സർക്കാരിനെ സഹായിക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വാഗ്ദാനങ്ങളിൽ നിന്നും പിന്നോട്ടുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം.